നമസ്കാരം. വില്ലേജ് ന്യൂസ് ടിവിയിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മതേതര പാർട്ടിയായാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പേരിൽ മതമുണ്ടെങ്കിലും ഇത് മതേതര പാർട്ടി തന്നെയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഉദാഹരണമായി XMLA UV രാമനെ പോലെയുള്ളവരെ അവർ ചൂണ്ടിക്കാട്ടുന്നു. കുറച്ച് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ പാർട്ടിയിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആരെന്തൊക്കെ പറഞ്ഞാലും പല മതേതര പാർട്ടികളെക്കാളും മതേതരത്വം ഈ പാർട്ടിയിൽ ഉണ്ട് എന്നുള്ളത് ആർക്കും നിഷേധിക്കുവാനാവാത്ത സത്യവുമാണ്. കേരളീയ സമൂഹത്തിലേക്ക് വർഗീയ തീവ്രവാദത്തിന്റെ ചൂട് കാറ്റ് കടത്തിവിടുന്നതിൽ ഒട്ടൊക്കെ അതിനെ തടഞ്ഞു നിർത്തുവാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. കേരളത്തിൽ ഏകദേശം 26% ഇസ്ലാം മതത്തിൽപ്പെട്ടവരാണെന്നാണ് മുൻകാല കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെയുള്ള ഈ കണക്ക് ഇപ്പോൾ ഏറെ ഉയർന്നിരിക്കുവാനാണ് ഇട. 70കളുടെ മധ്യം വരെ മുസ്ലിം ജനവിഭാഗത്തിലെ ബഹുഭൂരിപക്ഷത്തെ ഉൾക്കൊണ്ടിരുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തന്നെയാണ്. എന്നാൽ 70കളിൽ ഈ പാർട്ടി പിളർന്ന് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപം കൊണ്ടപ്പോൾ ഇവർ രണ്ട് പാർട്ടികളിലായി. മുസ്ലിം ജനവിഭാഗത്തിലെ ബഹുഭൂരിപക്ഷവും നിലകൊണ്ടത് ഈ രണ്ട് പാർട്ടികളിലായി തന്നെയാണ്. 1980-ൽ UDF LDF എന്നീ രണ്ട് വിഭാഗങ്ങളായി കേരള രാഷ്ട്രീയം വിഭജിക്കപ്പെട്ടപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് UDFലും അഖിലേന്ത്യാ ലീഗ് LDFലുമായി. അപ്പോഴും മുസ്ലിം ജനവിഭാഗത്തിലെ മുന്തിയ ഭാഗം ഈ രണ്ട് പാർട്ടികളിലുമായി നിന്നിരിക്കുക തന്നെയാണ്. കാലം മാറി ഇടതു രാഷ്ട്രീയം ഫിൽറ്റർ ചെയ്യപ്പെട്ടപ്പോൾ അഖിലേന്ത്യാ മുസ്ലിം ലീഗിനെ EMS തള്ളിപ്പറയുകയും ഇബ്രാഹിം സുലൈമാൻ സേട്ടും ഒരു ചെറിയ വിഭാഗവും മുസ്ലിം ലീഗിനെ പിളർത്തി ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന പാർട്ടി ഉണ്ടാക്കി. അപ്പോഴും മുസ്ലിം ലീഗ് എന്ന പാർട്ടി അതുവരെ തുടർന്നു പോന്ന മതേതരത്വത്തിന്റെയും സമന്വയത്തിന്റെയും സമാധാനത്തിന്റെയും പാത വിടാതെ തന്നെ പിടിച്ചു നിന്നു എന്നുള്ളത് ചരിത്രത്തിലെ കറുത്ത പാടുകൾക്കിടയിലെ വെളുത്ത പുള്ളിയാണ്. INLലെ ചില തീവ്രവാദികളാണ് പിന്നീട് കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിക് തോട്ട്സ് പടർത്തുവാനും മുസ്ലിം തീവ്രവാദ കക്ഷികൾക്ക് വിത്തും വളവും നൽകുവാനും വഴിമരുന്നിട്ടത്. അബ്ദുൾ നാസർ മദനിയുടെ PDP, ജമാഅത്തെ ഇസ്ലാമിയുടെ സിമി, PFI, വെൽഫെയർ പാർട്ടി, FDPI തുടങ്ങിയ തീവ്രവാദ കക്ഷികൾക്ക് വഴിമരുന്നിട്ടത് ബാബറി മസ്ജിദിന്റെ തകർച്ചയും മുസ്ലിം ലീഗിന്റെ മതേതരത്വ ചിന്തയോളം സമന്വയഭാവത്തോടുമുള്ള പ്രതിഷേധവുമായിരുന്നു. ഏറെ പേർ മുസ്ലിം ലീഗിനെ തള്ളിപ്പറഞ്ഞപ്പോഴും മുസ്ലിം ലീഗ് തങ്ങളുടെ നിലപാടുകളിൽ നിന്നും അണുവിട മാറിയില്ല. മുസ്ലിം ലീഗ് UDFൽ നിലകൊള്ളുവാൻ തുടങ്ങിയിട്ട് അരനൂറ്റാണ്ടോടടുക്കുന്നു. എന്നും UDFന്റെ ശക്തി സ്തംഭവും കോൺഗ്രസിന്റെ വിശ്വസ്ത കക്ഷിയുമായിരുന്നു ലീഗ്. എന്നാൽ തങ്ങളുടെ ശക്തിക്കുള്ള അംഗീകാരം കോൺഗ്രസിൽ നിന്നും ലഭിക്കുന്നില്ല എന്നുള്ള ഒരു ചിന്ത ഒരു വിഭാഗം ലീഗ് അണികളിലും നേതാക്കളിലും അനുദിനം ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്നു. UDFന്റെ നിലനിൽപ്പിനും വേണ്ടി തങ്ങൾ വഹിച്ച ത്യാഗങ്ങളെ അവർ പലപ്പോഴും കോൺഗ്രസിനെ ഓർമ്മിപ്പിക്കാറുമുണ്ട്. എന്നാൽ UDF രൂപീകരണ കാലത്ത് കിട്ടിയിരുന്ന പരിഗണന ഓരോ ദിവസം കഴിയുന്തോറും കുറഞ്ഞു വരുന്നതായാണ് ആരോപണം. കരുണാകരൻ, AK ആന്റണി എന്നിവർ മുസ്ലിം ലീഗിനെയും അതിന്റെ നേതാക്കളെയും തങ്ങളുടെ തോളൊപ്പം ചേർത്ത് നിർത്തിയിരുന്നു. ഉമ്മൻചാണ്ടിയും ലീഗിന് അർഹമായ പരിഗണന നൽകിയുമിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ നേതൃത്വം അതിന് തയ്യാറാകുന്നില്ലെന്നാണ് ലീഗിന്റെ ആക്ഷേപം. കേരളത്തിലെ 30% വരുന്ന ജനവിഭാഗത്തിലെ ഭൂരിപക്ഷവും നിലകൊള്ളുന്ന പാർട്ടിക്ക് അതിന് തക്ക സീറ്റുകൾ നൽകുന്നില്ലെന്നാണ് ലീഗ് ചൂണ്ടിക്കാട്ടുന്നത്. 35 സീറ്റെങ്കിലും കിട്ടേണ്ട പാർട്ടിക്ക് അത് നൽകുവാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്നവർ കണക്കു നിരത്തുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരെ അതാണ് സ്ഥിതിയെന്നാണ് ആരോപണം. ലീഗിനെ ഒരു മലബാർ പാർട്ടിയായി മാത്രം ഒതുക്കി നിർത്തുവാനാണത്രേ കോൺഗ്രസ് ഇത്തവണയും ശ്രമിച്ചിട്ടുള്ളത്. പഞ്ചായത്തുകളുടെയും കോർപ്പറേഷനുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും എല്ലാം ഭാരവാഹി സ്ഥാനം മലപ്പുറം ജില്ലയിൽ മാത്രമേ നൽകാറുള്ളൂ എന്ന കാര്യം കണക്കുകൾ സഹിതം ലീഗ് വ്യക്തമാക്കുന്നു. എന്നാൽ ഇത്തവണ അത് സംഭവിക്കരുതെന്ന് വെച്ച് ലീഗ് ചർച്ചകൾ പുരോഗമിപ്പിക്കുകയാണ്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിനൊപ്പം കാസർഗോഡ് ജില്ലാ പഞ്ചായത്തും കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ മുനിസിപ്പാലിറ്റികൾക്കൊപ്പം മറ്റു ജില്ലകളിലും അർഹമായ പ്രാതിനിധ്യം ലീഗ് ആവശ്യപ്പെടുന്നു. എന്നാൽ പലതും അംഗീകരിക്കുവാൻ കോൺഗ്രസ് ഇപ്പോഴും തയ്യാറായിട്ടില്ല. കോട്ടയം, ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലേക്കും കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലെ ഗ്രാമപഞ്ചായത്തുകളിലുമൊന്നും ലീഗിന് സീറ്റ് നൽകുവാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല ഇതുവരെ.
ഇവിടങ്ങളിൽ ലീഗുകാർ മത്സരിച്ചാൽ മറ്റു മതസ്ഥർ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യില്ലെന്നാണ് പല കോൺഗ്രസ് നേതാക്കളും സീറ്റ് നിഷേധിക്കുവാൻ കാരണമായി പറയുന്നത്. ഇതിനെതിരെ പത്തനംതിട്ട ജില്ലയിലെ യൂത്ത് ലീഗ് നേതാവ് പരസ്യ കലാപമായി രംഗത്തെത്തിയിരിക്കുന്നു. ലീഗുകാർ മത്സരിച്ചാൽ മറ്റേ സാധനം തകർന്നു പോകുമെന്ന് പറയുന്ന ന്യായം കൊള്ളാം. ആന്റണി മത്സരിക്കുമ്പോൾ പാലിക്കപ്പെടുന്ന സന്തുലനം പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ മാത്രം തകരുന്നത് എന്താണ്? ജില്ലയിലെ കോൺഗ്രസിനെ തന്നെ തകർക്കുന്ന പണിയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ മുസ്ലിം യൂത്ത് ലീഗ് നേതാവായ മുഹമ്മദ് അൻസാരി കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിക്കുന്നു. തെക്കൻ ജില്ലകളിലെ മുസ്ലിം ലീഗ് നേതാക്കളെല്ലാം ഇതിനെ പിന്തുണയ്ക്കുകയുമാണ്. തെക്കൻ ജില്ലകളിലെ മുസ്ലിം ലീഗ് അണികൾക്കിടയിലേക്ക് അമർഷത്തിന്റെ തീപ്പൊരി വിതറിയിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുവാനാകുന്നത്. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും നിങ്ങളിലേക്ക് എത്തുവാൻ വില്ലേജ് ന്യൂസ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.